നമ്മൾ വീണ്ടും കണ്ണൂരിലേക്ക് പോവുകയാണ്. അവിടെ പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇവരെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. ആ ദൃശ്യങ്ങളിലേക്ക്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കുറ്റവാളികളെ കണ്ണൂരിൽ എത്തിച്ചിരിക്കുന്നത്. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, എത്ര പ്രതികളെയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്? സുജിയ, കണ്ണൂരിൽ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് കേസിലെ പ്രതികളായിട്ടുള്ള 9 പേരെ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ, അതുപോലെ തന്നെ രഞ്ജിത്ത്, സുധീഷ്, ശ്രീരാഗ്, അനിൽകുമാർ, സജി, അശ്വിൻ, സുഭീഷ്, സുരേഷ് തുടങ്ങിയിട്ടുള്ളവരെയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിയൂരിൽ നിന്നും ഇന്ന് രാവിലെ 8:15 കോടതി നിർദ്ദേശപ്രകാരം ഇവരെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ഇവരെ ഇപ്പോൾ ജയിലിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് പെരിയ ഇരട്ട കൊലപാതക കേസ്. ആ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെയാണ് ഇപ്പോൾ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്രതികളെ ഇവിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട പ്രതികളെ 9 പേരെയാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടിരിക്കുന്നത്. പ്രാദേശികമായിട്ടുള്ള CPIMൻ്റെ ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രാദേശിക CPIM നേതാക്കളും ഇവരെ ഈ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. എന്തായാലും നേരത്തെ തന്നെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത് പാർട്ടിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയില്ല, CBI കോടതി അല്ലെങ്കിൽ CBIയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ടതാണ്. അല്ലാതെ CPIM ഏതെങ്കിലും തരത്തിലുള്ള ഒത്താശ നൽകുകയോ അല്ലെങ്കിൽ CPIM ഈ കൊലപാതകത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ പങ്കുവഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് CPIMൻ്റെ ചില പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. ഈ പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ ജയിലിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് പുറമെ ഈ കാക്കനാട് ജയിലിൽ കഴിയുന്ന മുൻ MLA KV കുഞ്ഞിരാമൻ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അവിടെ നിന്നും സമാനമായ രീതിയിൽ തന്നെ കോടതി നിർദ്ദേശപ്രകാരം അവരെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ട് എന്നുള്ളതാണ്. മുൻ MLA കുഞ്ഞിരാമനടക്കം 5 പ്രതികളെ കാക്കനാട് ജയിലിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനവും ഉണ്ട്. അവരും അല്പസമയത്തിനകം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 9 പ്രതികളെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് CPIMൻ്റെ സംസ്ഥാന സമിതി അംഗം P ജയരാജൻ ജയിലിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പ്രതികളെ കാണാതെ തന്നെ അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാദേശികമായിട്ടുള്ള ചില CPIM പ്രവർത്തകർ, അതായത് ഈ കേസിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളവരുടെ ബന്ധുക്കളായിട്ടുള്ള പ്രാദേശിക നേതാക്കളും പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുമാണ് ഇവിടെ നിലവിൽ ഉള്ളത്. അവരുടെ ഈ പ്രതികളെ ജയിലിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാവുകയും ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ഈ 9 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാക്കനാട് ജയിലിൽ കഴിയുന്ന മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ. അർജുൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPIMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ കോടതിയിൽ എത്തുകയും ഇവർക്ക് പിന്തുണ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഏറെ കൊലടക്കമുണ്ടാക്കിയ ഒരുപക്ഷെ TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അല്ലെങ്കിൽ കുറ്റവാളികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും വിനീത, അതായത് ഈ അതീവ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കോടതി തന്നെ ഇത്തരമൊരു നിർദ്ദേശം നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രതികളെ ഇവിടത്തേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലും അതീവ സുരക്ഷ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഉൾപ്പെടെ വലിയ ഒരു സുരക്ഷാ ബന്ദോബസ്തോടു കൂടി തന്നെയാണ് പ്രതികളെ ജയിലിലേക്ക് മാറ്റിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രാഷ്ട്രീയപരമായി TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം ഏറ്റവും കൂടുതൽ CPIMനെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള മറ്റൊരു കേസാണ് പെരിയ ഇരട്ട കൊലപാതക കേസ്. പക്ഷേ ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിനകത്ത് പാർട്ടി നേതാക്കൾക്കോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കോ ഒരു പങ്കുമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും, അതായത് ആദ്യം പോലീസ് ഈ കേസ് അന്വേഷിക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്കും അതിനുശേഷം കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം ഈ CBI അന്വേഷണത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് പിന്നീട് കൂടുതൽ CPIM നേതാക്കൾ ഇതിനകത്ത് പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. മുൻ MLA KV കുഞ്ഞിരാമൻ CPIMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യക്തികൾ, അതിനുശേഷം ഏരിയ സെക്രട്ടറി
സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് കമ്മിറ്റി അംഗം, പാർട്ടി അംഗങ്ങൾ തുടങ്ങിയിട്ടുള്ളവരാണ് ഈ കേസിൻ്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ട ബഹുഭൂരിപക്ഷം പേരും. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്തുള്ള പങ്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ഓരോ ഘട്ടത്തിലും മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ CBI കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയപ്പോഴും ഇവർക്ക് ജീവപര്യന്തം ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിയ ഘട്ടത്തിൽ പോലും ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ നടത്തിയിട്ടുള്ള പ്രതികരണം, അതായത് പാർട്ടിക്ക് ഇപ്പോഴും ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു പങ്കുമില്ല എന്നുള്ളത് തന്നെയാണ്. അത് നേരത്തെ ഉള്ള CPIMന്റെ നിലപാടാണ്. CBI ഈ കേസിൻ്റെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഉള്ള ഒരു പ്രതി ചേർക്കലാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് CPIMന്റെ ആരോപണം. എന്തായാലും ഇപ്പോൾ ഈ 9 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ അല്പസമയത്തിനകം എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ.